നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചും കയ്യടി നേടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിനയപൂർവ്വമായ ഇടപെടൽ. തലസ്ഥാന നഗരിയിലെ BJP പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK ആശാനാഥിനോട് കാണിച്ച ആദരവാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. പരിപാടിക്കിടെ പ്രധാനമന്ത്രിയെ അടുത്തു കണ്ട ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഭക്തി പുരസ്സരം അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ മുതിർന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ തിരിച്ച് ആശാനാഥിന്റെ പാദങ്ങൾ സ്പർശിച്ച് വന്ദിക്കുകയായിരുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ കാണിച്ച ഈ അപ്രതീക്ഷിത നീക്കം കണ്ടുനിന്നവരെയെല്ലാം ഒരുപോലെ അമ്പരപ്പിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷിനെ ചേർത്തുപിടിച്ചും തോളിൽ തട്ടിയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി തൊട്ടു പിന്നാലെയാണ് ആശാനാഥിനോട് ആദരവ് പ്രകടിപ്പിച്ചത്. സ്ത്രീകളെയും ജനപ്രതിനിധികളെയും എത്രത്തോളം ബഹുമാനത്തോടെയാണ് പ്രധാനമന്ത്രി കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങളെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എനിക്ക് വലിയ ആരാധനയുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ഒന്ന് തൊട്ടു വന്ദിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു കാണിച്ച ആദരവ് കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണിതെന്നും ആശാനാഥ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഈ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി വലിയൊരു വിഭാഗം ആളുകൾ ഈ നടപടിയെ പ്രശംസിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കാനും പ്രധാനമന്ത്രി തയ്യാറായെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ തലസ്ഥാന നഗരത്തിലെ പ്രധാനമന്ത്രി മോദി വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരടക്കം ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. മഹിഷി നിഗ്രഹനായ ധർമ്മശാസ്താവിന്റെ വിഗ്രഹം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയെ വേദിയിൽ സ്വീകരിച്ചത്. ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന കാഴ്ചകളായിരുന്നു തലസ്ഥാന നഗരിയിൽ സാക്ഷ്യം വഹിച്ചത്. പുത്തരിക്കണ്ട മൈതാനത്തെ ഔദ്യോഗിക പരിപാടിയിൽ വേദിയുടെ അരികിലായിരുന്നു മേയർ VV രാജേഷിന്റെ ഇരിപ്പിടം. എന്തായാലും തന്റെ പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെക്കുറിച്ച് പറഞ്ഞതടക്കം ശ്രദ്ധേയമായിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ അഭിമാനം എൻ്റെ പഴയകാല സുഹൃത്ത് VV രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊതുവേദിയിൽ VV രാജേഷിനെ അഭിസംബോധന ചെയ്തത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന VV രാജേഷ് തിരുവനന്തപുരത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു സുഹൃത്ത് എന്ന പരാമർശം. വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. കൂടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉണ്ടായിരുന്നു. മേയർ VV രാജേഷിനെ തോളിൽ തട്ടി സംസാരിച്ച് മോദി വേദിയിൽ നിന്നും പുറത്തേക്ക് പോയത് VV രാജേഷിനെ ആശ്ലേഷിക്കുകയും കുറേയധികം ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഇന്ന് മേയറുടെ ദിനം എന്നാണ് VV രാജേഷിനെ പ്രധാനമന്ത്രി ആശ്ലേഷിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് K സുരേന്ദ്രൻ കുറിപ്പ് ഇട്ടത്. പിന്നീട് നേരെ പോയത് എന്തായാലും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് തിരുവനന്തപുരത്തു നിന്നും ലഭ്യമായത്. നിരവധി പാർട്ടി പ്രവർത്തകരാണ് എത്തിയത്. അവരെയൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശബരിമല വിഷയം അടക്കമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും കോൺഗ്രസിനെ കടന്നാക്രമിച്ചും കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണെന്നും അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ജയിലിൽ കയറ്റുമെന്നടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തിയത്. എന്തായാലും നിറകണ്ണുകളോടെ പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വണങ്ങുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ തിരിച്ച് ഡെപ്യൂട്ടി മേയറായ ആശാനാഥിന്റെ പാദങ്ങൾ സ്പർശിച്ച് വന്ദിക്കുകയും ചെയ്തത് വലിയ വാർത്തയായിട്ടുണ്ട്.